ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ അയത്തുള്ള മുജ്തബ ഖൊമേനിയെ തിരഞ്ഞെടുത്തതിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുതിയ നേതാവിൽ ഒട്ടും തൃപ്തനല്ല, ഞാൻ സന്തോഷവാനല്ല. മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുകയാണ്. തന്റെ മനസ്സിൽ പുതിയ നേതാവിന് പകരക്കാരനായി തന്നെ മറ്റൊരു നേതാവിന്റെ പേര് മനസ്സിലുണ്ട്. ഉടൻ തന്നെ അദ്ദേഹത്തെ വാഴ്ത്തിക്കുവാനും അതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നതാണ് ട്രംപ് ഇപ്പോൾ പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: പുതിയ ഭരണകൂടത്തിന്റെ തലവന്റെ കൈകളിൽ, അതായത് മുജ്തബ ഖൊമേനിയുടെ കൈകളിൽ അയത്തുള്ള അലി ഖൊമേനിയുടെ, അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഭരണത്തെ നിർവചിച്ചുകൊണ്ടുള്ള രക്തച്ചൊരിച്ചിലിന്റെ കറ പുരണ്ടിട്ടുണ്ട് എന്നതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആപ്പിൾ മരത്തിൽ നിന്ന് വളരെ അകലെയല്ല ഇവിടെ ഇത് വീഴുന്നത്. മുജ്തബ ഖൊമേനിയുടെ കൈകൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഭരണം അവിടെ നിർവചിച്ചുകൊണ്ടുള്ള രക്തച്ചൊരിച്ചിലിന്റെ കറ പുരണ്ടിരിക്കുകയാണ്. ഇറാനിയൻ ഭരണകൂടത്തിന്റെ ക്രൂരത തുടരാൻ മറ്റൊരു സ്വേച്ഛാധിപതി, അതായത് അങ്ങനെ ഒരു വിശേഷണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇറാന്റെ പ്രോക്സി സേന മധ്യപൂർവേശത്തുടനീളം തന്നെ തിരഞ്ഞെടുപ്പിനെ പ്രശംസിച്ച് കടുത്ത നിലപാടുകാരൻ ആ യുദ്ധം ആരംഭിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ പരസ്യമായി തന്നെ അവിടെ അതായത് ഇവർ പരസ്യമായി പോലും പ്രത്യക്ഷപ്പെടാതെയാണ് പ്രോക്സി രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം ഖൊമേനിയുടെ നിയമനത്തിൽ താൻ സന്തുഷ്ടനല്ല എന്ന് ട്രംപ് പത്രസമ്മേളനത്തിലൂടെയാണ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അദ്ദേഹം അവിടുത്തെ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പുതിയ നേതാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾക്ക് അവിടെ വലിയ രീതിയിലുള്ള ഒരു നീക്കം നടക്കുന്നതായും അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്തത്. നിങ്ങളോട് പറയാൻ ഇക്കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇക്കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനല്ല എന്നും പിന്നീട് തന്റെ നിലപാടുകൾ കുറിച്ച് സംസാരിക്കാമെന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. എനിക്ക് അദ്ദേഹത്തിന് നൽകാൻ സന്ദേശങ്ങൾ ഒന്നും തന്നെയില്ല. എന്തു തന്നെയായാലും ഖൊമേനിയെ മാറ്റിസ്ഥാപിക്കാൻ ഒരാളെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. പക്ഷേ അത് ഇതുവരെ ഞാൻ വിശദീകരിക്കാൻ തയ്യാറല്ല. യുദ്ധം വളരെ പൂർണ്ണമാണ് എന്ന് ഞാൻ കരുതുന്നു. ഏതാണ്ട് അവർക്ക് നാവികസേനയല്ല, ആശയവിനിമയം പോലും ഇല്ലാതെ അവർ വലിയ രീതിയിൽ അവിടെ കഷ്ടപ്പെടുന്നതായും 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന യുദ്ധത്തെക്കുറിച്ച് തന്റെ മുൻ കണക്കുകൂട്ടലിനേക്കാൾ വളരെ അകലെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ അവസ്ഥയും സ്ഥിതിഗതികളൊന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തന്നെ മുജ്തബ ഖൊമേനിയെ കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുത്തത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പഴയ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ 2ാമത്തെ മകനാണ് മുജ്തബ ഖൊമേനി. പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പുരോഹിതരുടെ കൂട്ടായ്മയായ വിദഗ്ധരുടെ അസംബ്ലി ഭൂരിപക്ഷ സമവായത്തിൽ പുതിയ നേതാവിനെ അവിടെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയും മുജ്തബ ഖൊമേനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പിതാവിന്റെ ഭരണകാലത്ത് തന്നെ മുജ്തബ ഖൊമേനി ഇറാന്റെ സുപ്രീം ലീഡറുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നതായും അതേപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായും ഇന്റലിജൻസ് സർവീസുകളുമായുമുള്ള ആഴത്തുള്ള ബന്ധം കാരണം അതിന്റെ തന്നെ ഗേറ്റ് ക്ലിപ്പിംഗ് നടത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അയത്തുള്ള അലി ഖൊമേനിയുടെയും മൻസുറെ ഖൊജ്തെ ഗാസാദയുടെയും 2ാമത്തെ മകനാണ് മുജ്തബ ഖൊമേനി. അതേപോലെ 1969 സെപ്റ്റംബർ 6 വടക്ക് കിഴക്കൻ ഇറാനിലെ ഒരു പ്രധാന ഷിയ മത കേന്ദ്രമായ മഷാദിലാണ് അദ്ദേഹം ജനിച്ചതും. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും ഉന്നത മതപഠനത്തിനും ശേഷം മുജ്തബ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ അവിടെ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. 1987-88 ഇറാഖ് ഇസ്രായേൽ യുദ്ധത്തിന്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹമാകട്ടെ വലിയ രീതിയിൽ അവിടെ ഒരു സ്ഥാനത്ത് ഏറ്റെടുത്തുകൊണ്ട് സേവനം അനുഷ്ഠിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. വളരെ അപൂർവമായി മാത്രം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മുജ്തബ ഖൊമേനി ഇതുവരെ ഔദ്യോഗിക സർക്കാർ പദവികൾ ഒന്നും തന്നെ വഹിച്ച വ്യക്തിയല്ല. എങ്കിൽ പോലും 2019 ട്രഷറി വകുപ്പ് മിസ്റ്റർ മുജ്തബയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് മുജ്തബ ഖൊമേനി ഇറാനിയൻ അധികാരത്തിൽ എത്തുന്നത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് നേരത്തെ തന്നെ ഇവിടെ എടുത്തു വ്യക്തമാക്കുകയായിരുന്നു ചെയ്തിരിക്കുന്നതും. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ പുതിയൊരു വ്യക്തി അല്ലെങ്കിൽ പുതിയൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ ട്രംപ് ഇവിടെ നടത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.